ക്ഷേമ പെൻഷനുകൾ ദിവസമായിട്ട് ഒച്ചടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആകാംക്ഷയോടപ്പെട്ടിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രചരണ പൊതുയോഗമാണ് അല്പസമയത്തിനകം കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, നമുക്കേറെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ, നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ ടെലസ്കോപ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി GIP നഗരത്തിന് വേണ്ടി ഈ പൊതുയോഗത്തെ അഭിസംബോധന സംസാരിക്കും. നമ്മളോട് സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വൈകാരികമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക മഹാദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിളിപ്പേരുള്ള കേരളത്തെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചതാണ്. അതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ നമുക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു നിമിഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ രാജ്യത്തിന്റെ തന്നെ സമീപ ഭൂതകാല ചരിത്രത്തിലെ ഈ മഹാദുരന്തം, അതിന്റെ വ്യാപ്തി നൽകി അദ്ദേഹം കടന്നുപോയി. പ്രിയപ്പെട്ട പന്നീരും, അന്നു മുതൽ നാം പ്രധാനമന്ത്രിയുടെ സഹായത്തകൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ്. RSSനെ തിരിച്ച് കേരളത്തിലെ 86,000 വോട്ട് കോൺഗ്രസ് BJPക്ക് വിറ്റു. വ്യക്തിത്വം ഒരു രാഷ്ട്രീയ വ്യക്തിത്വവുമായിരുന്നു. പെട്ടിയിൽ വീഴുന്ന വോട്ടല്ല. എന്നാൽ ഈ നാട്ടിൽ ഡ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ എന്നാണ് ഉന്നതമായ ഒരു പദവി, ലക്ഷങ്ങൾ ശമ്പളം, ഗവൺമെന്റ് കൊടുക്കുന്ന വീട്, ഗവൺമെന്റ് നിയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പേഴ്സണൽ അസിസ്റ്റന്റുമാർ എന്ന് വെച്ചാൽ രാജകീയമായ സൗകര്യങ്ങളുടെയും അധികാരങ്ങളുടെയും അകമ്പടിയുള്ള അത്യുന്നതമായ ഒരു പദവി. ആ പദവിയിൽ വളരെ ചെറുപ്പക്കാരനായിരിക്കുമ്പോഴേ നിയോഗിക്കപ്പെട്ടയാൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചിഹ്നം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഹൃദയത്തോട് ചേർക്കുന്ന സ്റ്റെതസ്കോപ്പാണ് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ലിഖിതമായ നമസ്കാരം. നമ്മുടെ മാത്തൂർ പഞ്ചായത്തിന്റെ ചരിത്ര സംഭവമായി മാറിയ മാത്തൂരിന്റെ ചുവന്ന മണ്ണിലേക്ക് കടന്നു വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തെ മാത്തൂരിന്റെ ചുവന്ന മണ്ണിലേക്ക് വളരെ ആവേശത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മാത്തൂരിന്റെ അഭിവാദ്യങ്ങളും പങ്കുവെക്കുകയാണ്, നേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, പാലക്കാട് മണ്ഡലം സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയ LDF സ്ഥാനാർത്ഥി
ഡോക്ടർ പി സരിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ LDFന്റെ പേരിൽ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സഖാവ് പിണറായി വിജയൻ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഈ മാറ്റത്തിൻ്റെതായ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന പൊതുവായ നിലയാണുണ്ടായത്. ഒരു പൊതുവികാരം മണ്ഡലത്തിലാകെ ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. കുറച്ചു കാലമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാവണം എന്ന് പൊതുവെ ജനങ്ങളും വോട്ടർമാരും അത് സഫലീകരിക്കാനുള്ള നല്ല ഇടപെടലാണ്. ഇപ്പോ കഴിഞ്ഞ 8 വർഷത്തിലധികമായി കേരളത്തിൽ LDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുവായ സാഹചര്യം നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മയുള്ളതായിരിക്കും. 8.5 വർഷം മുൻപുള്ള കാര്യം അത്ര വേഗം മറന്നു പോകാനിടയില്ല. നാടാകെ വലിയ തോതിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ പ്രത്യേകത നാടിന്റെ പൊതുവായ മുന്നേറ്റത്തിന്, വികസനത്തിന് സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന്. പക്ഷേ 2016 മുൻപുള്ള കേരളം UDF ഭരണകാലത്ത് ഇല്ലാതിരുന്നത് അത് മാത്രമായിരുന്നു. സർക്കാർ മുൻകൈ എടുക്കാത്തതിന്റെ ഫലമായി തന്നെ 1 ഇഞ്ച് മുന്നോട്ട് പോകാത്ത അവസ്ഥ വന്നു. മാത്രമല്ല പല പദ്ധതി നടപ്പാക്കേണ്ട ഏജൻസികളും ഒരു സഹകരണവും ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ എടമൺ കൊച്ചി പവർ ഹൗസ് അതിന്റെ പണി ആരംഭിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷനോട് വരാനും 2016 അന്നത്തെ ഭരണം അവസാനിപ്പിക്കുന്ന UDF തന്നെ രാജ്യത്തുള്ള ടൂറിസ്റ്റുകളുമുണ്ട്, വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകളുമുണ്ട്. അവർക്ക് വലിയൊരു ഹരമായിരിക്കും ആ റോഡിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ. ഒരു ഭാഗത്ത് കടലായിരിക്കും, മനോഹരമായൊരു കാഴ്ച. വിവിധ റോഡുകൾ നല്ല നിലവാരത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ആരും വലിയ തോതിൽ ആകർഷിക്കുന്ന ഒന്നായി യാഥാർത്ഥ്യമാക്കുന്നതാണ് നല്ലത്. നമ്മുടെ സ്ഥാനാർത്ഥി അല്ലേ?
ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ LDF സർക്കാർ ആരംഭിച്ചു. ഇപ്പോ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ പദ്ധതി യാഥാർത്ഥ്യമായി. ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. നമ്മള് കാണേണ്ടത് കൊച്ചിൻ മെട്രോ UDFും സ്വീകരിക്കുന്ന സമീപനം. ഒരു പദ്ധതിയെക്കുറിച്ച് കൂടി ഞാൻ പറയാം. എന്ത് കാരണത്താലാണെന്ന് അറിയില്ല, UDF എതിരെ. അതുകൊണ്ട് സംഭവിച്ചതോ 2001, 2006 വരെയുള്ള കാലം ഒരനക്കവും ഉണ്ടായില്ല. പൂർണ്ണമായി സ്തംഭിച്ചുകൊണ്ട് ഒരു നടപടിയും നീങ്ങിയില്ല. 2006 പദ്ധതികൾ അത് ജനങ്ങൾക്കുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തേതാണ്. ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിൻ്റെ മാതൃകകൾ പിന്തുടരാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും LDF സർക്കാർ ഉണ്ടാക്കിയ ഒന്നാണ് എന്നതാണ് നാം കാണേണ്ടത്. നാട്ടിൽ ക്ഷേമ പെൻഷനുകൾ നേരത്തെ നമ്മുടെ നാട്ടിൽ കൊടുത്തിരുന്ന ക്ഷേമ പെൻഷൻ ₹600 കൊടുത്തില്ല. 1.5 വർഷം കൊടുക്കാതിരിക്കുകയായിരുന്നു. നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ആ കാശ് കിട്ടി കണ്ണടയോ എന്നുള്ള ആശങ്കയിലായി. അത്രയും അതവിടെ നിന്നില്ല. 600-ൽ നിന്ന് പിന്നെ വർധനവ് തുടങ്ങി. എവിടെയെത്തി നിന്നു? 1600-ലെത്തി. 60 ലക്ഷം ആളുകൾക്ക് ₹1600 വീതം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ നൽകുകയാണ്. ഇവിടെ നാം കാണേണ്ടത് 2011 മുതൽ 2016 വരെ UDFിന്റെ കാലം അവർ നൽകിയ പെൻഷൻ 8,836 കോടി രൂപയായിരുന്നു. എന്നാൽ പിന്നീടുള്ള LDF ഗവൺമെന്റ് 5 വർഷക്കാലം ഈ 8,836 പകരം 30,567 കോടി രൂപയാണ് പെൻഷനായിട്ട് നൽകിയത്. ഇത് നാം കാണേണ്ടത് ഇതിൽ 98% സംസ്ഥാന സർക്കാരിന്റെ പണമാണ്. സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അപൂർവം ചില മേഖലകളിൽ കുറച്ച് പൈസ തരുന്നുണ്ട്. ആകെ 2% എല്ലാം കൂടി വന്നത്. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇപ്പോ മാസം തോറും കൃത്യമായി പെൻഷൻ നൽകുകയാണ്. മാസം തോറും പെൻഷൻ നൽകാനാണ് നേരത്തെ സർക്കാർ നടപടികളെടുത്തത്. അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി പെൻഷൻ കൃത്യമായി കൊടുക്കും. കമ്പനിക്ക് ചെലവായ തുക സർക്കാർ നൽകും. ഒരു പ്രയാസവുമില്ലാതെ പെൻഷൻ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് BJP ഗവൺമെന്റിന് ഇതിനോട് കടുത്ത വിയോജിപ്പ് വരുന്നത്. അവരിത് മുടക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു. എന്താണ് അവർക്ക് പ്രയാസം? എന്തുകൊണ്ടാണ് BJP ഗവൺമെന്റിനെതിരെ ശബ്ദിക്കാൻ അവർക്ക് കഴിയാത്തത്? കേരളത്തിലെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി എന്തുകൊണ്ട് ശബ്ദമുയർത്താൻ കഴിയുന്നില്ല? ഏതെല്ലാം ഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായി? പക്ഷേ നടപടിയെടുക്കാൻ തയ്യാറല്ല എന്നതാണ്. അത്തരം പ്രശ്നങ്ങളിൽ ശബ്ദമുയർത്താൻ തയ്യാറില്ല എന്നതാണ് അവർ സ്വീകരിച്ച നിലപാട്. നമ്മൾ എല്ലാ മാസവും പെൻഷൻ നൽകി വരികയാണ്. കുടിശ്ശികയുണ്ടായി. ആ കുടിശ്ശികയുടെ കാര്യം പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. ഈ വർഷം 2 ഗഡു
ഒരു ഗഡു കൊടുത്തു കഴിഞ്ഞു, അടുത്ത ഗഡു കൊടുക്കാൻ പോകുന്നു. അടുത്ത വർഷം 3 ഗഡു. അങ്ങനെ പൂർണ്ണമായി കുടിശ്ശികയും തീർക്കും. നേരത്തെ തന്നെ LDF വ്യക്തമാക്കിയിട്ടുണ്ട്, ഇവിടുന്നും ഇനി മുന്നോട്ട് പോകുമെന്ന്. സ്വാഭാവികമായും ആ നടപടികളിലേക്കും നീങ്ങുമെന്നതാണ് LDFന്റെ പൊതുവായ സമീപനം. വികസനം ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിൽ പരിശോധിച്ചാൽ വിവിധ മേഖലകൾ വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ കാർഷിക രംഗം. നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, സംഭരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ സർക്കാർ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. 9 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. 1,71,398 ഹെക്ടറിലായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത്. ഇന്നത് 2,05,040 ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റത്തോടൊപ്പം ചേരുന്നതിന് സന്നദ്ധനായാണ് ഡോക്ടർ സരിൻ ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാറ്റത്തോടൊപ്പം പാലക്കാടും ഞങ്ങളോടൊപ്പം വേണം. ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന്റെ ചിഹ്നമായ ടെലസ്കോപ്പിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ അങ്ങോട്ട് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് മാത്തൂർ പഞ്ചായത്തിലെ കൂമങ്കാട്ടിൽ താമസിക്കുന്ന കോട്ടായ് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന അഭിജിത്ത് വിദ്യാർത്ഥി നമ്മുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രിയ കലാകാരൻ അഭിജിത്തിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയിൽ മാത്തൂരിന്റെ മണ്ണും മനസ്സും ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ, നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ എല്ലാമായ ഡോക്ടർ പി സരിൻ ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യത്തിൽ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദിവസമായിട്ട് ഒച്ച അടഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല രസമുള്ള ശബ്ദമായിരുന്നു അല്ലേ? പക്ഷേ കുറച്ചൊരു ഒച്ച അടഞ്ഞത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ക്ഷമിക്കണമെന്ന് അറിയുകയാണ്. ഒച്ചയെ അടഞ്ഞിട്ടുള്ളൂ, ശബ്ദത്തിന് ഒരു തെളിച്ചക്കുറവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ബോധ്യം വരുന്ന ഒരു ജനപ്രതിനിധിയാകുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ പാലക്കാട് നിന്ന് ജനവിധി തേടുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വേദിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആദ്യമായാണ് സംസാരിക്കുന്നത്. അദ്ദേഹം നിങ്ങളെ ഓരോരുത്തരെയും കഴിഞ്ഞ 1 മണിക്കൂറിലേറെയായി കേരളം നേടിയ നേട്ടങ്ങളെ പറ്റി, കഴിഞ്ഞ 8.5 കൊല്ലക്കാലത്തെ കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ പാലക്കാടിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇനിയുള്ള 1.5 കൊല്ലക്കാലമാണെങ്കിൽ പോലും ചെയ്യും എന്നുറപ്പുള്ള, ചെയ്ത് കാണിക്കാൻ അറിയുന്ന, ചെയ്ത് തീർത്തിരിക്കും എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന വിധം നിങ്ങളിൽ ഒരാളായി മാറി നിന്നുകൊണ്ട് നിങ്ങളെ ജനപ്രതിനിധിയായി മാറാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചതും കഴിഞ്ഞ 1 മാസത്തിലേറെയായി നമ്മൾ ഈ പ്രചാരണത്തിലുള്ളതും. KL 9 എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയാണ് അല്ലേ? നമുക്കും വോട്ടിംഗ് മെഷീനിൽ 9ാമത്തെ ക്രമനമ്പറാണ് തന്നിരിക്കുന്നത്. പാലക്കാടുകാരനെ എങ്ങനെ തിരിച്ചറിയണമെന്നും പാലക്കാട് നിന്ന് ആര് ജയിച്ചു കയറണമെന്നുമുള്ളതും ആ 9ാമത്തെ ക്രമനമ്പറിൽ ഡോക്ടർ പി സരിൻ എന്ന പേര്, അത് കേവലം ഒരു പേര് എന്നുള്ളതിനപ്പുറം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് ഞാൻ
എത്രയോ വട്ടം നിങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ജയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ നമ്മുടെ എല്ലാവരുടെയും വിലയേറിയ ഓരോ വോട്ടും ആ വോട്ടിന്റെ വിലയറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 20-ാം തീയതി വരാൻ പോകുന്നത് എന്നും ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയായി പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് ഒരാൾ എത്തണം എന്നുള്ളതിന്റെ വാശി പാലക്കാടുകാർ, മാത്തൂരുകാർ കാണിക്കുമെന്നുമുള്ള ഉറപ്പിൽ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തതിനു വേണ്ടി ഇന്ത്യയുടെ LDF-ന്റെ സമുന്നത നേതാവ് LDF-ന്റെ സമുന്നത നേതാവ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ നമ്മെ അഭിസംബോധന ചെയ്യും. വ്യക്തമായി കാഴ്ചപ്പാടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ദീർഘമായ പ്രവർത്തനമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ അവർ നേരത്തെ നമ്മുടെ നാട് ഭരിച്ചാണല്ലോ.